നമ്മുടെ സമൂഹത്തിൽ പ്രായമായവർക്ക് പ്രധാനമായും കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് മുട്ടിന്റെ തേയ്മാനം. തേയ്മാനം എന്ന് വെച്ചാൽ മുട്ടിന്റെ ഉള്ളിലുള്ള കാർട്ടിലേജ് അഥവാ തരുണാസ്ഥി കാലക്രമേണയായി തേഞ്ഞ് മുട്ടുകൾ തമ്മിൽ ഉരഞ്ഞ് എന്ന് വെച്ചാൽ മുട്ടിന്റെ തൊടയെല്ലും കാലിന്റെ എല്ലും തമ്മിൽ അടുത്ത് വന്ന് ഉരഞ്ഞ് മുട്ടിനകത്തുള്ള ബുഷും തേഞ്ഞു പോകുന്ന അവസ്ഥയ്ക്കാണ് മുട്ടിന്റെ തേയ്മാനം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. പ്രധാനമായും ഈ രോഗാവസ്ഥ 60 വയസ്സിന് മുകളിലുള്ള ആളുകളിലാണ് കാണപ്പെടുന്നത്, പ്രത്യേകിച്ചും സ്ത്രീകളിൽ. എന്തുകൊണ്ടാണ് ഈ അവസ്ഥ വരുന്നത്? ഒന്നുകിൽ ആളുകളുടെ ശരീരഘടനയോ, അതല്ലെങ്കിൽ അമിതവണ്ണമോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം ശരീരത്തെ ബാധിച്ച് എല്ലിനുള്ള ബലക്കുറവ് കൊണ്ടും മുട്ടിന് തേയ്മാനം വരാം. എന്തൊക്കെയാണ് തേയ്മാനത്തിന്റെ രോഗലക്ഷണങ്ങൾ? മുട്ടിനുള്ള അമിതമായ വേദന, മുട്ട് മടക്കാനും നിവർത്താനുമുള്ള പ്രയാസം, മുട്ടിനുള്ള ഉരസുന്ന ശബ്ദം, അവസാനമായി മുട്ടിൽ വളവ് വരിക, ഇവയെല്ലാമാണ് പ്രധാനമായ രോഗലക്ഷണങ്ങൾ. ഇതുകൊണ്ട് രോഗിക്ക് രാത്രിയിലുള്ള ഉറക്കം തന്നെ വളരെയധികം നഷ്ടപ്പെടാൻ സാധ്യതയുമുണ്ട്. രോഗി ഈ വളവുള്ള മുട്ടുകൾ കൊണ്ട് നടക്കുമ്പോൾ ക്രമാതീതമായി മുട്ടിലുള്ള വളവ് കാരണം നടുവിനും വേദന വരികയും നടുവുമായിട്ടുള്ള രോഗലക്ഷണങ്ങളും അനുഭവപ്പെടുകയും ചെയ്യും. എന്തൊക്കെയാണ് മുട്ടിന്റെ തേയ്മാനത്തിനുള്ള ചികിത്സാ രീതികൾ? രോഗം തുടക്കം മുതലേ കണ്ടുപിടിച്ചാൽ ഒരു ഡോക്ടർ രോഗിക്ക് വേദന സംഹാരി, മുട്ടിലുള്ള ഇഞ്ചക്ഷൻ, കാർട്ടിലേജ് സപ്ലിമെന്റ്സ്, അതുകൂടാതെ ഫിസിയോതെറാപ്പിയും ചെയ്ത് രോഗം ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സഹായിക്കും. എന്നാൽ മേൽപ്പറഞ്ഞ ചികിത്സാ രീതികൾ കൊണ്ട് ഫലം ലഭിക്കാത്തവരും മുട്ടിന് അമിതമായ വളവുള്ളവരും ദൈനംദിന പ്രവൃത്തികൾ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും പറ്റിയ ഏറ്റവും നല്ല ശാശ്വത പരിഹാരമാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ അഥവാ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്. ഇന്ന് വൈദ്യശാസ്ത്രത്തിൽ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും വിജയശതമാനമുള്ള ഒരു ശസ്ത്രക്രിയയിൽ ഒന്നാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ശസ്ത്രക്രിയ സാങ്കേതിക വിദ്യയിലുള്ള പുരോഗതി കൊണ്ട് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിക്ക് അടുത്ത ദിവസം മുതൽ വാക്കർ പിടിച്ച് നടക്കുവാനും സ്റ്റെപ്പുകൾ കയറുവാനും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം കൊണ്ട് മുട്ട് പൂർണ്ണമായും മടക്കുവാനും നിവർത്തുവാനും സാധിക്കുന്നതാണ്. ഇതുകൂടാതെ 1-2 ഡ്രസ്സിങ്ങുകൾ കഴിഞ്ഞാൽ രോഗിക്ക് 3-ാമത്തെ ദിവസം ആശുപത്രി വിടാൻ സാധിക്കും. മുട്ടുവേദന മൂലം വളരെയധികം കഷ്ടപ്പെടുന്ന ദൈനംദിന പ്രവൃത്തികൾ പോലും ചെയ്യാൻ പറ്റാത്ത നമ്മുടെ നാട്ടിലുള്ള പ്രായമായവർക്ക് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വളരെ പ്രയോജനവും ഒരു വേദനരഹിതമായ ജീവിതവുമാണ് പ്രദാനം ചെയ്യുന്നത്.